ആരാണ് അയാൾ? ഞാൻ വിശന്നപ്പോൾ കരഞ്ഞു. അമ്മ ഓടി വന്ന് എനിക്ക് പാൽ തന്നു. വിശപ്പ് തീർന്നപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങി. അമ്മ എന്നെ കളിപ്പിച്ചു. അച്ഛൻ വന്നപ്പോൾ എന്നെ എടുത്ത് മേലോട്ട് എറിഞ്ഞു കളിപ്പിച്ചു. ഞാൻ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിച്ചു. അമ്മ എനിക്ക് പാട്ട് പാടി തന്നു. അമ്മയ്ക്ക് നന്നായി പാടാനറിയാം. പല്ലില്ലാത്ത മോണ കാട്ടി ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അച്ഛൻ തന്ന പുത്തനുടുപ്പിട്ട് പുതിയ ബാഗിൽ സ്ലേറ്റും പെൻസിലുമായി ഞാൻ സ്കൂളിൽ പോയി. സ്കൂളിൽ കുറേ കൂട്ടുകാരെ കിട്ടി. ആദ്യ ദിവസം തന്നെ പൊട്ടിയ പെൻസിലുമായി മടങ്ങി വന്ന എൻ്റെ കൈ പിടിച്ച് ആ ഇ എന്നു അമ്മ എന്നെ എഴുതി പഠിപ്പിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായി അമ്മ എന്ന ആദ്യ വാക്ക് ഞാൻ എഴുതി പഠിച്ചു. ലോകം പിടിച്ചടക്കിയ സന്തോഷം എനിക്ക് തോന്നി. അച്ഛനും അമ്മയ്ക്കും നല്ല ഭംഗിയുണ്ട്. അവർക്ക് നല്ല ഉയരവുമുണ്ട്. എനിക്ക് കഴിയാത്തതെല്ലാം അവർക്ക് കഴിയുന്നുണ്ട്. അവരെപ്പോലെ എനിക്ക് പെട്ടെന്ന് വളരണം. അയ്യേ, അച്ഛന് ഇംഗ്ലീഷ് അറിയില്ല. എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു കണക്ക് പോലും അച്ഛനറിയില്ല. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒന്നും അറിയാത്ത അച്ഛൻ. മോശം. PTA മീറ്റിങ്ങിൽ ഇനി വരേണ്ടെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു. കൂട്ടുകാരുടെ ഭംഗിയുള്ളതും ഇംഗ്ലീഷ് അറിയുന്നതും നല്ല ജോലിയുള്ളതും കാറുമുള്ള അച്ഛന്മാരെ കണ്ട് ഞാൻ അസൂയപ്പെട്ടു. ട്യൂഷന് പോയി തുടങ്ങിയത് ആശ്വാസമായി. കുറേ പറഞ്ഞാണെങ്കിലും ഞാനൊരു ആൻഡ്രോയിഡ് ഫോൺ കൈക്കലാക്കി. എൻ്റെ കഴിവ് കൊണ്ട് മാത്രം ഞാൻ പഠിച്ച് +2 പാസ്സായി. ഉപരിപഠനത്തിനായി അന്യസംസ്ഥാനം ലക്ഷ്യമാക്കി ഞാൻ യാത്രയായി. പുതിയ സുഹൃത്തുക്കളെ ഞാൻ സമ്പാദിച്ചു. എന്താണെന്നറിയില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് വയസ്സായ പോലെ തോന്നി. എങ്കിലും എൻ്റെ സൗന്ദര്യത്തിലും അറിവിലും എനിക്ക് വിശ്വാസം കൂടി വന്നു. 2 വർഷത്തിനുള്ളിൽ തന്നെ കൂട്ടുകാരിൽ അവനെ മാത്രം എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അവൻ്റെ പുഞ്ചിരി എത്ര മനോഹരമാണ്. കണ്ണിലെ ആകർഷണം, പെരുമാറ്റം എല്ലാം ഞാൻ അറിയാതെ തന്നെ പുതിയ ഭ്രമണപഥത്തിലകപ്പെട്ടു. ഐസ്ക്രീം പാർലർ, സിനിമാശാലകൾ, കടൽ തീരങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് പങ്കുവച്ച സന്തോഷ നിമിഷങ്ങൾ. ഫൈനൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ആ തീരുമാനമെടുത്തു. ഫൈനൽ പരീക്ഷ കഴിഞ്ഞു വീട്ടിൽ തിരിച്ചെത്തി. ഒരാഴ്ച തീർന്ന ദിവസം, ഞങ്ങൾ ഒന്നാകാൻ തീരുമാനിച്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണി ആയപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകൾ നിറച്ച ബാഗുമെടുത്ത് അമ്മയുടെ കണ്ണിൽ പെടാതെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. കൃത്യം 5 മണിക്കുള്ള ട്രെയിനിൽ അവൻ വരും. 4 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഒഴിഞ്ഞ മൂലയിൽ ഞാൻ സ്ഥാനം പിടിച്ചു. പലതവണ വാച്ചിൽ നോക്കിയെങ്കിലും ട്രെയിനിന് വേഗത പോരെന്ന് തോന്നി. 5 മണിക്ക് തെക്കോട്ട് പോകുന്ന ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് സ്റ്റേഷനിൽ മുഴങ്ങി. എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വന്നു. ചൂളം വിളിച്ചു ട്രെയിൻ കിതച്ചു നിന്നു. ആരും കാണാതിരിക്കാൻ ഷാൾ തലയിലിട്ടു. ഞാൻ 10-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിനരികിലേക്ക് ധൃതിയിൽ നടന്നു. അവനെ കാണുന്നില്ല. കമ്പാർട്ട്മെൻറ്റിലെ ജനാലയിലൂടെയും പ്ലാറ്റ്ഫോമിലും എൻ്റെ കണ്ണുകൾ പരതി നടന്നു. കാണുന്നില്ല. ട്രെയിൻ സ്റ്റേഷൻ വിടാനുള്ള അനൗൺസ്മെൻറ്റ് മുഴങ്ങി. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. എൻ്റെ ഹൃദയം തകർത്തുകൊണ്ട് ട്രെയിൻ മുന്നിലൂടെ തെക്കോട്ടേക്ക് യാത്രയായി. അരിശവും നിരാശയുമായി ഞാൻ മൊബൈൽ കയ്യിലെടുത്തപ്പോൾ തന്നെ എൻ്റെ ജീവിതം തകർത്ത അവൻ്റെ മെസ്സേജ് വന്നു. സുന്ദരിയും പണക്കാരിയുമായ എൻ്റെ കൂട്ടുകാരിയോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് അയച്ചിരിക്കുന്നു. താഴെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നു ഒരുമിച്ച് ജീവിക്കാൻ. നീ എൻ്റെ ജീവിതത്തിൽ വന്നാൽ അവസാനം വരെ വലിയ ഭാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ നല്ല കുട്ടിയാണ്. എന്നെ മറന്നേക്കൂ. നിരാശ ബാധിച്ച ഞാൻ ജീവിതം തുടങ്ങാനിരുന്നതിന് പകരം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇരുട്ട് വീണ മൂലയിലേക്ക് ബാഗ് ഞാൻ വലിച്ചെറിഞ്ഞു. പാളത്തിനരികിലൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. അടുത്തേക്ക് വരുന്ന ട്രെയിനിന് മുന്നിലേക്ക് നടന്നെടുത്ത് ഞാൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. എന്താണ് സംഭവിച്ചത്? ട്രെയിൻ കടന്നു പോയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ബലിഷ്ഠമായ ഒരു കരം എന്നെ പിടിച്ചിരിക്കുന്നത്. കീറിപ്പറഞ്ഞ കമ്പിളി പുതച്ച താടിയും മീശയും വളർത്തിയ കയ്യിൽ വടിയും പിടിച്ച് വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ കരമാണത്. അയാളുടെ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾ എന്നെ രക്ഷിച്ചത്? ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു. മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. അയാൾ എന്നെ അടുത്ത് കണ്ട പാറപ്പുറത്തേക്ക് നടത്തി. പാറപ്പുറത്തിരുന്നു. അയാൾ പറയാൻ തുടങ്ങി. നിന്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. കുറച്ചുനാൾ നിന്റെ കൂടെ പഠിച്ചവൻ. നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നീ ഓർക്കുന്നുണ്ടോ നിന്റെ മാതാപിതാക്കളെ? ഇത്രയും നാൾ പലവട്ടം നീ അവരെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. കുഞ്ഞായിരിക്കുമ്പോൾ പിന്നിക്കീറിയ അച്ഛൻ്റെ ഷർട്ടിലെ വെളുത്ത പൊടി എന്താണെന്ന് നീ ചോദിച്ചില്ലേ? വെയിലത്ത് അധ്വാനിച്ച് വിയർപ്പ് പറ്റിപ്പിടിച്ചുണ്ടായ ഉപ്പായിരുന്നു അതെന്ന് നീ അറിഞ്ഞപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ലിപിയില്ലാത്ത, ശബ്ദമില്ലാത്ത, കാഴ്ചയില്ലാത്ത ഭാഷയിൽ അവർ നിന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ലിപിയുടെയും ശബ്ദത്തിൻ്റെയും നിറങ്ങളുടെയും ലോകത്തിലായതുകൊണ്ട് നീ അത് കേട്ടില്ല, കണ്ടില്ല. എൻ്റെ കണ്ണിൽ കണ്ണുനീർ തളം കെട്ടുന്നുണ്ടായിരുന്നു. നിന്നെ കാണാതെ നിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും തിരയുന്നുണ്ടാകും. കണ്ണിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും ഇപ്പോൾ തന്നെ കാണണം. ഞാൻ ഇറങ്ങി വീടിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. 30 വാര ഓടിയതിനു ശേഷമാണ് അയാളെക്കുറിച്ച് ഓർത്തത്. എന്നെ ആശ്വസിപ്പിച്ച ആൾ ആരാണ്? കണ്ണുനീർ തുടച്ച ശേഷം ഞാൻ തിരിഞ്ഞു നോക്കി. ഇടതു കൈയിലെ വടിയുടെ കൂടെ ഉയർത്തിപ്പിടിച്ച റാന്തൽ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ വലത് കൈകൊണ്ട് വീശി കാണിക്കുകയായിരുന്നു അയാൾ.
അതെ, എനിക്ക് വ്യക്തമായി കാണാം അയാളുടെ വലതു കൈയിലെ ആണിപ്പഴുത്.